വകാന സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു ഇന്നൽ അബ്ദ ലയഅമലു ഹസനാത്തിൽ കസീറത നിശ്ചയമായിട്ടും അടിമ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യും പ്രവർത്തിക്കുന്നുണ്ട് ഫലാ യറഹ ബി സഹായിബിഹി അവൻ ചെയ്ത ഒരു കർമ്മങ്ങളും അവന്റെ റിക്കാർഡിൽ കാണാനുമില്ല ഫയഖൂലു നാളെ മഹ്ശറിൽ അവൻ ചോദിക്കുകയാണ് യാ റബ്ബി അയിന ഹസനാത്തി ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തു അതൊക്കെ ഇപ്പൊ എവിടെ എന്റെ റിക്കാർഡ് അതില്ലല്ലോ എന്ന അപ്പൊ റിക്കാർഡ് വായിക്കാൻ പറയുമ്പോ അത് കാണുമല്ലോ അപ്പൊ റിക്കാർഡ് അതൊന്നുമില്ല വയുഖാലഹു അപ്പോഴാണ് അടിമയോട് പറയപ്പെടുന്നത് നീ ജനങ്ങളെ ഈബത്ത് പറഞ്ഞ് അങ്ങനെ പോയില്ലേ നിനക്ക് പണി എന്താ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താലും ജനങ്ങളെ ഈബത്ത് പറയാൻ പരദൂഷണം പറഞ്ഞു നടക്കുക ഇത് കാരണം കൊണ്ട് അതൊക്കെ പോയി വനെ ഓഹും ലാ യഅലമൂന എത്തരത്തിൽ ജനങ്ങളൊന്നും അറിയണില്ല അറിയാത്ത ജനങ്ങൾ പാവങ്ങൾ അപ്പൊ നീ അവരെ പറ്റി ഈബത്തും പറഞ്ഞു നടക്കുകയാണ് അപ്പൊ നീ ചെയ്ത എല്ലാ സൽക്രമങ്ങളും എന്ത് ചെയ്യും ആ ജനങ്ങൾക്ക് കൊടുത്തു എന്നെ ഇപ്പൊ അതാ കാണാത്തത് പറഞ്ഞു ഇങ്ങനെ മഹ്ശറിൽ അതുണ്ടാവും അത് അനുഭവിക്കേണ്ടി വരും അപ്പൊ കാന മൻസൂർ ബിനുൽ മുഅ്തമിർ റഹ്മഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു ലാ തനാലു സുൽത്താന ഇദാ വലമ സുൽത്താനെങ്ങാനും ഒരു അക്രമകാരി ആവുകയാണെങ്കിൽ നിങ്ങൾ സുൽത്താനെ പറ്റി ഒന്നും പെരുമാറാൻ പോവണ്ട പിന്നെ എന്ത് ചെയ്താൽ മതി ബൽ അക്സിറു ലഹുൽ ഇസ്തിഗ്ഫാറ നിങ്ങൾ അവന് മാപ്പിരക്കലിനെ അധികരിപ്പിക്കുക അവന് വേണ്ടി പൊറുക്കലിനെ തേടുക അല്ലെങ്കിൽ പോരെ കുറ്റം പെടുകാരുന്നതോ ഫഇന്നഹു നിശ്ചയമാടും കാര്യം മാവലമക്കും ഇല്ലാ ബിദുനൂബിക്കും അവൻ നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെന്തോ ചെയ്ത പാപങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങൾ അധികാരം നടത്തുന്ന ആളുകൾ അക്രമകാരികളാണെങ്കിൽ അവരെ കുറ്റം പറയും യാതൊരു കാര്യമല്ല അവർക്ക് അങ്ങനെ അക്രമം ചെയ്യാൻ കാരണം നിങ്ങൾ പല പാപങ്ങളും ചെയ്തിട്ടുണ്ടാവും ആ കാരണം അതിനായിട്ട് അള്ളാഹു തആല തീരുമാനിക്കുന്നെന്ന് അത് വഹിക്കാൻ അങ്ങനെയാണല്ല അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളെ വഖദ് സുഇല സുഹരിയോ സുഹരി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി ആ നഖഉ ഫി തിർലി മൻ യസുബ്ബു അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹു ഈ രണ്ട് മഹാന്മാരെ ചീത്ത പറയുന്നവരുടെ അഭിമാനത്തിൽ നമുക്ക് സംഭവിക്കാൻ പറ്റുവെച്ചാല് ശേഖാനിയാണ് ആര് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഈ രണ്ട് മഹാന്മാരെ ചീത്ത പറയുന്ന ആൾക്കാരെ പറ്റി നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ പറയാനോ ഈ രണ്ട് മഹാന്മാരെ പറ്റി ആക്ഷേപിക്കുന്ന ആൾക്കാർ പിന്നെ മോശക്കാരനെയാണ് അപ്പൊ അവരെ പറ്റി പറയാൻ കുഴപ്പമില്ല വകാന മുഹമ്മദ് ബിൻ സീരീന റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു മിനൽ ഗീബത്തിൽ മുഹറമത്തിൽ ലത്തി ലാ യശ്ഉറു ബിഹാ അക്സറുൻ നാസി അധിക ജനങ്ങൾക്കും അറിയാൻ കഴിയാത്ത ഒന്നാണ് ഹറാമായ ഒരു ഗീബത്തുണ്ട് അതേതാണ് ആർക്കും കൂടുതൽ അറിയില്ല അങ്ങനെ അധിക പേരും അറിയാത്ത വിധത്തിൽ ഹറാമായ ഒരു ഗീബത്തിൽ പെട്ടതാണ് എന്ത് ഖൗലുഹും ഈ ജനങ്ങൾ പറയൽ ഇന്ന ഫുലാനൻ അഅ്ല മിൻ ഫുലാൻ ഇന്നാൻ ഇന്ന ആൾ എന്ന് പറഞ്ഞ മുഹമ്മദ് അദ്ദേഹം പോക്കറിനേക്കാൾ നല്ല വിവരസ്ഥനാണെന്ന് പറഞ്ഞാൽ തന്നെ അത് ഹറാമായ ഒരു ഗീബത്തിൽ പെട്ടതായി എന്നുള്ളതാണ് മഹാനായ മുഹമ്മദ് ബിൻ സീരീന തങ്ങൾ പറയുന്നത് ഫഇന്നൽ മഫ്ദൂല യതഖദ്ദർ മിൻ ദാലിക കാരണം ഈ മഫ്ദൂലായ ഒരാളുണ്ടല്ലോ ഉന്നതമാക്കപ്പെട്ട ആള് അദ്ദേഹം അതിനാൽ വളരെ മുഷിപ്പാവുകയും വിഷമത്തിലാവുകയും ചെയ്യൂലേ അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പറയാൻ പാടില്ല അതും വലിയ ഗീബത്തിൽപ്പെട്ടതാണ് ഓ മിനൽ മഅലൂമിൽപ്പെട്ടതാണ് അറിയപ്പെട്ടതാണ് എന്ത് അന്ന ഹദ്ദ ഗീബത്തി ഗീബത്തിന്റെ അതിർത്തി തന്റെ സഹോദരന് ഇഷ്ടപ്പെടാത്ത അരിഷ്ടമായ കാര്യം എന്താണോ അതുകൊണ്ട് തന്റെ സഹോദരനെ ഒരു വ്യക്തിയെന്ന് പറയലാണ് ഗീബത്ത് പറയാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞത് ഗീബത്തിൽപ്പെട്ടു എന്നാണ് ഫഖീല പറയപ്പെടുകയുണ്ടായി ഇന്ന ത്വബീബൈനി യഹൂദിയൈനി ജൂതന്മാരായ രണ്ട് ഡോക്ടർമാർ കടന്നു വന്നു ബഹരാവ് രണ്ടുപേർ കടന്നു വന്നു അലാ സുഫിയാനി സൗരി മഹാനായ സുഫിയാൻ സൗരിന്റെ അടുത്തേക്ക് വന്നു മർറത്തൻ ഒരിക്കൽ അങ്ങനെ പറമ്മ ഖറജാവ രണ്ടുപേരും പുറപ്പെട്ടപ്പോൾ ഖാല സുഫിയാനി സൗരി തങ്ങൾ പറയുന്നു ലൗലാ അൻ തകൂന
ലഖുൽതു ഇന്ന അഹദകുമാ തിബ്ബു മിനൽ ആഖിർ എന്ന് ഞാൻ പറയുന്നു. മഹാനായ സുഫിയാനി സൗരിയെ കാണാൻ വന്ന് ഒരു പോയിട്ട് പറഞ്ഞപ്പോ സുഫിയാനി സൗരിയ പറഞ്ഞ എന്താ അറിയോ, ഞാന് അത് ഈബത്താകലിനെ പേടിക്കലില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്താകുമായിരുന്നതിനെ പറഞ്ഞു. ഈ 2 ഡോക്ടർമാരിൽ ഒരാള് മറ്റാളേക്കാൾ ഏറ്റവും വലിയ ഡോക്ടറാണെന്ന് ഞാൻ പറയും, പക്ഷെ അതിന് ഈബത്തായി മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന്. അങ്ങനെയൊക്കെയാണ് മഹാന്മാരുടെ ജീവിതം. നമ്മളോ ഈ ഡോക്ടർ പോലെ മറ്റേ ഡോക്ടർ അങ്ങനെ അങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അർത്ഥം മഹാനവറുകളായിരുന്നു ഇതാ ചോദിക്കപ്പെടുകയാണെങ്കിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും സ്ഥാനമാനം ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഷെയ്ഖ് അഫ്ളലു തങ്ങൾ പറയും, യഖൂൽ മഹാൻ പറയുന്നു, സലൂ ഗൈരി അന്ദാലിക, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, വേറെ ഒരാൾ പോയി ചോദിച്ചോളിയും, മറ്റാരെങ്കിലോടും പോയിട്ട് നിങ്ങൾ ചോദിക്കണം, എന്നോട് ചോദിക്കണ്ട എന്ന് പറയുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, ഇന്നീ നിശ്ചയമായിട്ടും ഞാൻ നന്മ പരിപൂർണത എന്നീ കണ്ണുകളെ കൊണ്ട് ജനങ്ങളെ ഏറ്റവും പരിപൂർണമായി സൂക്ഷിക്കുന്നവരാണ് ഞാൻ. വലൈസ ഇന്ദീ, എന്റെ അടുക്കലില്ല, എന്തില്ല കശ്ഫുൻ അഅ്റുബി മഖാമുഹും ഇൻദല്ലാഹി തആല, ആ മഹാന്മാരുടെ അടുത്ത് അവർക്കുള്ള സ്ഥാനങ്ങൾ, അള്ളാഹിന്റെ അടുത്ത് എന്താണ് അവർക്കുള്ള സ്ഥാനം എന്ന് അറിയാൻ പറ്റുന്ന വിധത്തിൽ കശ്ഫിന്റെ അറിവ് എനിക്കില്ല. എന്നിരിക്കെ നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, ഞാൻ ജനങ്ങളെല്ലാം പരിപൂർണമായും നന്മയുടെയും കണ്ണുകൊണ്ട് മാത്രമാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കണ്ട, മറ്റാരെങ്കിലും പോയി ചോദിച്ചോ എന്ന് മഹാന്മാർ. വല്ലന്നു, പിന്നെ അനുമാനം വെച്ച് പറയലോ, അക്ദബുൽ ഹദീസ്, അത് ഹദീസിൽ കളവാണ്. വർത്തമാനം പറയുന്നതിൽ ഏറ്റവും കളവെന്താ, ധാരണ വെച്ച് പറയാൻ പാടില്ല. വകാന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരായിരുന്നു, ഇദാ മറ, നടന്നു പോവുകയാണെങ്കിൽ, അലാ ഖൗമിൻ യഖ്താബൂന അഹദൻ, ആരെങ്കിലും മറ്റൊരാളെ കുറിച്ച് മറ്റുള്ളവരെല്ലാവരും കൂടി ഗീബത്ത് പറയുന്നുണ്ടാകും. അങ്ങനെ പരദൂഷണം പറയുന്ന ജനതയുടെ അരികിൽ കൂടെ മഹാൻ നടന്നു പോവുകയാണെങ്കിൽ യഖൂലു, മഹാൻ പറയുമായിരുന്നു ഇവരോട്, ഖൂമൂ, നിങ്ങളെല്ലാവരും എണീൽക്കണം, ഫതവല്ലൂ, നിങ്ങൾ ഒന്നുണ്ടാക്കും വേണം, നിങ്ങൾ പോയിട്ട് അംഗശുദ്ധി വരുത്തണം എന്നർത്ഥം. എന്താ കാരണം, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഒന്ന് ചിലതൊക്കെ എന്താ റുബ്ബമാക്കാന, ചിലപ്പോളതായേക്കാം, അശദ്ദമിനൽ ഹദസ്, വർത്തമാനം പറയുന്നതിനേക്കാൾ ഗൗരവം നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചോ അതായിരിക്കും. അതുകൊണ്ട് വായിക്കൊന്ന് വൃത്തിയാക്കി ഒതുണ്ടാക്കുന്നു വന്ന് നീച്ചാണീന്ന് പറയും. അത്രയും ഗൗരവമായിട്ട് ഗീബത്തിനെ കണ്ടു മഹാന്മാർ. വഖദ് കാന അബൂ തുറാബ് നഖ്സബി റഹിമഹുല്ലാഹു തആല ഖുൽ, മഹാൻ പറയുന്നു, അൽ ഗീബത്തു ബാഖിയത്തുൽ ഖുറാ വമസാബിൽ അത്ഖിയാന, ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനായ ഖുർആനോത്തുകാർ അവരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇഷ്ടഭക്ഷണം, ഇഷ്ടമധുരമുള്ളതാണ് ഗീബത്ത്. ഉന്നതന്മാരായ ഭക്തന്മാരായ ആൾക്കാർ ആരാ, അവർക്ക് അവരുടെ അടുക്ക് ചപ്പ് ചവറുകളാണ്, കൂമ്പാരങ്ങൾ കൊണ്ടയിടും ഗീബത്ത്. ഖുർആകൾ വാക്കിയത്താണെങ്കിൽ തഖ്വയുള്ള ആളുകൾക്ക് ചപ്പ് ചവറുകളാണ്. ഇങ്ങനെയൊക്കെയാണ് മഹാനവർ പറഞ്ഞത്. വകാന മൈമൂൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, എന്ത് ഒരിക്കൽ എന്താണെന്നറിയാമോ, ഒരാളെ പറ്റി ഗീബത്ത് പറയപ്പെടുകയുണ്ടായി. ഈ മജ്ലിസി, എന്റെ മജ്ലിസിൽ വെച്ചിട്ട് പറഞ്ഞു, വാനസാക്കിത്തു, ഞാൻ ആ കാര്യത്തിൽ മൗനത്തിലായി, എതിർത്തില്ല, മിണ്ടാതിരുന്നു. അങ്ങനത്തെ ചില ആൾക്കാരെ പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മളൊന്നിക്കില്ലൂ എന്ന് പറയുക, അതുപോലെ ഉണ്ടായിരുന്നതാ. പക്ഷെ വേറൊരു കുഴപ്പം, അങ്ങനെ അല്ലെങ്കിൽ അന്നേ രാത്രി തന്നെ ഞാൻ കിടന്നുറങ്ങി. ആ ഉറങ്ങിയ സമയത്തതാ എന്നിലേക്ക് മുന്തിക്കപ്പെട്ടിരിക്കുകയാണെന്ത്, ജീഫത്തുൻ മുന്തിനത്തുൻ, ദുർഗന്ധം വമിക്കുന്നതായിരിക്കുന്നൊരു ജഡം. ആ ജഡം എന്റെ അടുത്തേക്ക് ഇതാ മുന്തിക്കപ്പെട്ടിരിക്കുകയാണ്. വഖീലലി, എന്നിട്ട് എന്നോട് പറയപ്പെടുന്നു, കുൽ ഹാദാ, നീ തിന്നടോ ഇതെന്ന് പറയുമ്പോൾ വഖുൽതു, ഞാൻ ചോദിക്കും, മഅദല്ലാഹ് കൈഫ ദാലിക, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ഞാൻ,
എന്താണ് ഈ സംഭവം? എന്നോട് തിന്നാൻ പറയുന്നു, എന്താ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഫഖീല, അപ്പോൾ പറയപ്പെടുകയുണ്ടായി, ഹാദാ ബിമൗതീബ ഇൻദക വഅൻത സാകിതുൻ, നിങ്ങളടുത്ത് വെച്ച് ഗീബത്ത് പറയപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നു. അക്കാര്യത്തിന് പകരമായിട്ടാണ് ഈ ഗീബത്ത് കൊണ്ടുവന്നത്. നിങ്ങൾ ആ കാര്യത്തിൽ എതിർത്തില്ല, മൗനത്തിലായിപ്പോയി. നിങ്ങൾ മൗനത്തിലായിരിക്കെ നിങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് ഗീബത്ത് പറയപ്പെട്ടു. ആ പറയപ്പെട്ടതിന് പകരമാണ് നിങ്ങൾ മൗനാനുവാദം. അതിന് പകരമാണ് ഈ ദുർഗന്ധം വമിക്കുന്ന ശവത്തെ നിങ്ങൾ കേൾപ്പിച്ച് തിന്നോളൂ. അതിന്റെ ഫലം മഹാന്മാർ രാത്രി തന്നെ കണ്ടു നടത്തും. വഖദ് കാന ഖാലിദ് റബിഇ റഹിമഹുല്ലാഹു തആല യഖൂൽ, മാൻ പറയുന്നു, തനാവരന്നാസു റജുലൻ യൗമൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചുകൊണ്ടെന്നറിയാമോ, ഒരു ദിവസം ഒരാളെ കുറിച്ച് ജനങ്ങളൊക്കെ നല്ലോണം ഗീബത്ത് പറഞ്ഞു, അത്യാവശ്യം പെരുമാറിയവർ. വഖദ് കാന ഖാലിദ് റബിഇ റഹിമഹുല്ലാഹു തആല പറഞ്ഞതാണ്, മഹാൻ പറയാണ്, ഫഅൻതുകും അലൈഹി, എന്റെ സദസ്സിൽ വെച്ച് പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരാളെ കുറിച്ച് ഇവർ ഗീബത്ത് പറയുന്നു ജനങ്ങൾ. അത് കണ്ടുകൊണ്ട് ഞാൻ അവരെ സഹായിച്ചു നിന്നു, ഞാൻ എതിർത്തില്ല. അന്നത്തെ രാത്രി ഞാൻ അങ്ങ് ഉറങ്ങിയപ്പോൾ ഖുദ്ദിമയിലയ്യ, എന്നിലേക്ക് അതാ മുന്തിക്കപ്പെട്ടിരിക്കുകയാണ് പന്നിമാംസത്തിന്റെ ഒരു കഷ്ണം അതാ എന്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണെന്ന് രാത്തുറങ്ങുമ്പോൾ. വക്കീല, എന്നോട് പറയപ്പെടുന്നു, കുൽ, താങ്കൾ ഭക്ഷിക്കണം എന്ന് പറയുന്നു. ആരോടാണ് ഈ പറയുന്നത്? ഖാലിദ് റബിഇ തങ്ങളാണ് ഈ പറയുന്നത്. മൗനത്തിലായി പോയി. അപ്പൊ വഖൽതു, ഞാൻ പറഞ്ഞു, മഅദല്ലാഹ് അൻ ആകുലഹു, അല്ലാഹുവോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, ഇത് തിന്നല്ലേ, ഇതെനിക്ക് തിന്നാൻ പറ്റൂല. അങ്ങനെ വഅദ്ഖലുക ഫീ ഫമീ ഖുർഅൻ അലയ്യ, എന്റെ മേലിൽ നല്ലോണം നിർബന്ധിച്ചുകൊണ്ട് എന്റെ വായുടെ ഉള്ളിലേക്ക് ആ പന്നിമാംസത്തിന്റെ കഷ്ണം അവർ കടത്തി വിടുകയാണ്. ഇതാണ് എന്റെ സ്വപ്നം. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്തൈഖൽതു, അങ്ങനെ ഞാൻ ഉണർന്നുപോയി. വഅന അജിദു തുഅമ ദാലിക ഫീ ഫമീ, എന്റെ വായിൽ ആ പന്നിമാംസ കഷ്ണത്തിന്റെ രുചി എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ അനുഭവത്തിലൂടെ എന്റെ വായിലുള്ള ആ നാറ്റം, ആ മാംസത്തിന്റെ നാറ്റം താമസിച്ചത് എത്ര? 40 സ്വബാഹ, 40 ദിവസം, 40 പ്രഭാതം. അതങ്ങനെ അങ്ങനെ ജനങ്ങളെല്ലാരും എന്റെ ഭാഗത്തുനിന്ന് വായനാറ്റം പഠിച്ചു വിശദമായി ശ്വസിക്കുകയാണ്. നോക്കൂ, ഗീബത്ത് പറഞ്ഞിട്ടില്ല മഹാൻ. ഗീബത്ത് പറയുന്നത് കേട്ടിരുന്നു, എതിർത്തില്ല. അതിന്റെ ഫലമാണെങ്കിൽ ഗീബത്ത് പറഞ്ഞവന്റെ ശിക്ഷ എത്രയാണ്, കാഠിന്യമാണ്. റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ, ആമീൻ. وكان الفضيل بن عياض رحمه الله تعالى يقول, മഹാനായ ഫുളൈൽ തങ്ങൾ പറയുന്നു, മിസാലു മൻ യഗ്താബുൻ നാസ, ജനങ്ങളെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുഹുമ ഏതുപോലെയെന്നറിയാമോ? മിസാലു മൻ യൻസിബു മിൻ ജനീഖൽ ഹസനാതി, ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തൻ, അവന്റെ സൽക്രമങ്ങളെ മുഴുവനും വീഴ്ത്തിയെറിയുവാൻ വേണ്ടിക്കൊണ്ട് ഒരു ചാട്ടുളി നാട്ടിവെച്ചാൽ അങ്ങനെ ഉണ്ടാകും. ആ ചാട്ടുളി പോലെയാണ് ഇവർ നാം ഉപയോഗിക്കുന്നത്. യാശനി പറയുന്നത്, എല്ലാ ഭാഗത്തിൽ നിന്നും കിഴക്ക് ഭാഗമായി കൊണ്ട് അതാ ഹസനാത്തുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാട്ടുളി. അങ്ങനെ എറിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹസനാത്തൊക്കെ നശിച്ചു പോകുമല്ലോ. അപ്പൊ ആ ഹസനാത്തിനെ കൊയ്തെടുക്കുവാൻ പറ്റുന്ന, നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ചാട്ടുളിയാണ് ജനങ്ങളെ കുറിച്ച് പറയുന്ന ഗീബത്ത് പറയുന്ന നാവ്. അപ്പൊ ഗീബത്ത് പറയുന്നവൻ അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും ഗൗരവം? ആലോചിക്കണം. وكان عطاء الخراساني رحمه الله تعالى يقول, ഖുറാസാൻ തങ്ങൾ പറയുന്നു, തങ്ങൾ പറയുകയാണ്, ലാ തതകദ്ദറു മിമ്മൻ യഗ്താബകും, നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗീബത്ത് പറഞ്ഞവനോട് നിങ്ങൾ ഒരിക്കലും മുസിപ്പ് കാണിക്കരുത്. കാരണം എന്താണ്?
അവൻ അറിയാത്ത ഭാഗത്തിൽ കൂടെ നിങ്ങളിലേക്ക് അവൻ ഗുണം ചെയ്യുന്നവനാണ്. അവാഹിലേക്കും നിങ്ങളിലേക്ക് അവൻ ഗുണം ചെയ്യുന്നുണ്ട്. മിന്നയത്തിലായശ്വറു അവൻ അറിയാത്ത വിധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളാരും എഴുപത്ത് പറയുന്നവരോട് മുഷിപ്പാവേണ്ടതില്ല. അവൻ നിങ്ങളിലേക്ക് എന്താണ് ഇന്നവാഹസനയിലേക്കും അങ്ങനെ ഇന്നവാഹസനയിലേക്കും അവൻ നിങ്ങളിലേക്ക് ഇതാ ഹൈസാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിന്നയത്തിലായശ്വറു അവൻ അറിയുന്നില്ല എന്റെ ഹസനാത്ത് പോവുകയാണ് എന്ന്. അവൻ അറിയാത്ത വിധം ആരെ കുറിച്ചാണോ ഈബത്ത് പറഞ്ഞതെങ്കിൽ ആ ഈബത്ത് പറയപ്പെട്ട മനുഷ്യന്റെ റിക്കാർഡിലേക്ക് ഇവൻ ചെയ്ത നന്മകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെ കുറിച്ച് ആരെങ്കിലും ഈബത്ത് പറഞ്ഞാൽ നമ്മൾ മുഷിപ്പാവേണ്ടതില്ല. ആ പറഞ്ഞവന്റെ ഹസന നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മൾ ആരും അതിൽ ഭാഗവാക്കാവേണ്ട, അതിൽ നമ്മൾ കുടുങ്ങണ്ട എന്നാണ് ഇതിന് പറഞ്ഞതിന്റെ ധ്വനിയൊക്കെ. وقد بلغنا أن من اغتب غيبة واحدة غفر له نصف ذنوبه. നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത്? അന്നമൻ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തൻ, ഗീബത്ത് പറയപ്പെടുകയുണ്ടായ ഒരുത്തനെ കുറിച്ച്. ഗീബത്തൻ വായിദത്തൻ വല്ലാത്തൊരു ഗീബത്തായി പോയി ഒറ്റ ഗീബത്ത് പറച്ചിൽ പറഞ്ഞു. ഗുഫിറ ലഹു നിസ്ഫു ദുനൂബിഹി, അവന്റെ പാപങ്ങൾ പകുതി മതാവിന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഗീബത്ത് പറയുന്ന ആൾക്കാരുടെ അവസ്ഥ. അതിന് മാറി എന്നവരുടെയും അവസ്ഥ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്കും ഇതുപോലുള്ള പദവികൾ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തീർന്നിട്ടില്ല, തുടരും.